ഉറൂസ് വളരെ റാഹത്തായിരുന്നു. എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള ആദ്യ വർഷത്തിലാകുന്ന ഉറൂസ് കൂടിയായിരുന്നു. ഇനി ആകെ നമുക്ക് ഒന്നുകൂടി മാറ്റാനാണ്. അത് മാറ്റിയേ പറ്റുള്ളൂ. കുടത്തിന്റെ പരിപാടി നിർബന്ധമായത് മാറ്റണം. ഞാനത് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത്, പരിപാലകർ പറയുന്നത്, ജനങ്ങളോടുകൂടി ഉസ്താദ് എന്ത് ചെയ്യണം ആണ് ചോദിക്കണം. കാരണം നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ സമ്മതിക്കുന്നില്ല എന്നാണ്. കുടം ഒഴിവാക്കുന്നതിന് പരിപൂർണമായി സമ്മതമുള്ള ആളുകൾ കൈവർത്തിക്കാം. നോക്കട്ടെ എത്ര പേരുണ്ട്. ബാക്കി കുറച്ച് പേര് പകുതി സമ്മതം കച്ചവടക്കാരാണ്. ഒന്നുകൂടി കൈവർത്തിക്കാം. നോക്കട്ടെ. കുടം പൂർണ്ണമായി ഒഴിവാക്കി ദീൻ പൂർണ്ണമായി മുറുകെ പിടിക്കുക. മാഷാ അല്ലാഹ് സ്വീകരിക്കട്ടെ. ചിലർ മനസ്സിലാക്കുന്നത്, എന്നോട് തന്നെ ചിലർ പങ്കുവെച്ചു, ഉസ്താദേ അത് അമുസ്ലിമീങ്ങളായ ആളുകൾ ഒന്ന് കുടമെടുത്തോട്ടെ. ഈ കുടത്തിൽ എന്താ ഉള്ളത്? അതെനിക്ക് ആദ്യം ചോദിക്കാം. എന്താ ഉള്ളത്? ശരി, എന്തോ ചന്ദനം ഇടുന്നുണ്ടെന്നോ? ഉണ്ടോ? ഒന്നുമില്ല. വെള്ളം ഊതി വെച്ചു. അതിനകത്ത് 2 തിരി തെക്കോട്ടും കുടക്കോട്ടും വെച്ച് ഇതിങ്ങനെ മൂടി കെട്ടിയിട്ട് മൂടി കെട്ടിയിട്ട് ആകാരം കൈ കൊടുത്തിട്ട് പള്ളി മുഴുവൻ താമസിക്കുക. ഏറ്റവും വലിയ തെറ്റല്ലേ അത് സഹോദരങ്ങൾ? നമുക്ക് അതിൽ കിട്ടുന്ന വരുമാനം വേണ്ട. ഭീമാപ്പള്ളിക്ക് അങ്ങനെ ഒരു വരുമാനം നമുക്ക് വേണ്ട. അത് ഹറാമാണ്. അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അത് നിശ്ചിതമാണ്. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തിൽ പറയാം, നമുക്ക് ഇതിനേക്കാൾ വലിയ ഇസ്സത്ത് ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. നിങ്ങൾ മമ്പുറത്തും മടവൂരടക്കമുള്ള കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ മഖാമുകൾ പോയി നോക്ക്. എത്രയെത്ര സാലിഹീങ്ങൾ, സുലഹാകൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, ഈ സമസ്തയിലെ പണ്ഡിതന്മാരടക്കം ദക്ഷിണയിലെ പണ്ഡിതന്മാരടക്കം വളരെ റാഹത്തായി വന്നുകൊണ്ട് സിയാറത്ത് ചെയ്യാൻ. നമ്മൾ ഒരിക്കലും അനാചാരങ്ങളിലേക്കും അവിശ്വാസങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കരുത്. അതെങ്ങനെയോ നമ്മുടെ കൈകളിൽ എത്തിത്തീർന്നു. അത് നമ്മൾ പാടേ ഒഴിവാക്കണം. കച്ചവടം വേണ്ട. ശക്തമായി ഞാൻ ജുമായ്ക്ക് തന്നെ പറയുന്നത്, ഇത് ഇനി പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് പറയാനൊന്നും എന്നെ കൊണ്ട് വരില്ല. ഉള്ള കാര്യം തുറന്ന് നേരെ പോ. അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചെറുപ്പമാറണം. കാരണം ഇതിനെതിരെ ശക്തമായി നമ്മൾ പ്രതികരിക്കണം. ഇത് പറയാനാണ് സുന്നത്ത് ജമാഅത്ത്. ഇത് സുന്നികളുടെ തലയിൽ നിങ്ങൾ ആരും കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട. ആലിമീങ്ങൾ ആരും ഇതിന് ശബ്ദം ഉയർത്തില്ല. ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദുമാരാകട്ടെ, ഇവിടെ ഈ മഹല്ലത്തിലുള്ള ആയിരക്കണക്കിന് ഉലമാക്കളാകട്ടെ, ആരുടെ ഫത്വയും നിങ്ങൾക്ക് നേടാം. സമസ്തയുടെ പണ്ഡിതന്മാരോട് നേടാം, ഉലമാക്കളോട് നേടാം. എല്ലാവരും ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പാണ്. നിർബന്ധമായി അത് ഒഴിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനെ പിന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരും വരരുത്. അതുകൊണ്ടാണ് ജുമായ്ക്ക് പരസ്യമായിട്ട് എല്ലാവരും ഓക്കെ ആണോ എന്ന് കൈവർത്തി ചോദിച്ചത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കിയിട്ട് മറ്റുള്ള പരിപാടികൾ നിങ്ങൾ നടത്തിക്കോ. ഖുർആനോത്ത് കൊണ്ടുവരും, ദിക്ർ കൊണ്ടുവരും, മൗലൂദ് കൊണ്ടുവരും, റാത്തീബ് കൊണ്ടുവരും. അൽഹംദുലില്ലാഹ്, അതൊക്കെ വളരെ സന്തോഷകരമായി മുന്നോട്ട് പോട്ടെ. ദീനിയായ ചിന്തയിൽ നമ്മൾ മുന്നേറണം. ഇതാണ് നമുക്ക് ഏറ്റവും വലിയ ഇസ്സത്ത്. ഇതിലൂടെ കിട്ടുന്നതാകുന്ന പണം നമുക്കത് ഹലാലല്ല. അത് മുസ്ലിമീങ്ങളൊക്കെ ചെയ്തോട്ടെ ഉസ്താദേ, അത് പറ്റൂല. കണ്ണ് നമുക്ക് ഹറാമാണ്. ആണോ അല്ലയോ? ഹറാമാണ്. അതിന് അമുസ്ലിമായ മനുഷ്യനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റൂലല്ലോ. ഹറാമായ സംഗതി അവനെ കൊണ്ടങ്ങനെ ചെയ്യിക്കുക. അപ്പൊ അയാൾ ചെയ്തോട്ടെ, അയാൾ തലയെ വെച്ചോട്ട് തവാഫ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ കാബയ്ക്കല്ലേ തവാഫ് ഉള്ളത്? നമ്മുടെ പള്ളിയിൽ അങ്ങനെ തവാഫുണ്ട്? അത് ആരോ ഒരാൾ ചെയ്തു വെച്ചു, ആരോ ഒരാൾ തുടങ്ങി വെച്ചു. അറിവില്ലാതെ ആരാണ്ട് ചെയ്യുന്ന ഉസ്താദേ നമ്മളതിന് നിൽക്കുന്നില്ല എന്ന് പറയുന്നില്ല. ആ കച്ചവടം ഇതിന്റെ പരിസരത്ത് പാടില്ല. ബാക്കി എല്ലാ കച്ചവടത്തിലും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇത് ഒഴിവാക്കണം നിർബന്ധമായി. അറിവില്ലാത്തതുകൊണ്ട് പലരും അങ്ങനെ കൈവഴിയായി ചെയ്തു പോയിട്ടുണ്ട്. അതിനെ കുറ്റപ്പെടുത്തല്ല. ഇനി അത് ഒഴിവാക്കുണ്ടാവണം. അതിനെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് ആണ് ഇന്ന് ജുമായ്ക്ക് നൽകുന്നത്. നിർബന്ധമായി നിങ്ങൾ അത് ശ്രദ്ധിക്കണം. എന്ത് വില കൊടുത്തും ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ നിന്ന് പരിപൂർണമായി നിങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഈ ഒരു ഉറൂസ് കഴിയുന്നതോടുകൂടി നമ്മൾ എല്ലാ അനാചാരങ്ങളും ഇതുവരെ നടന്നു. ഇവിടെ ഒരു സിനിമാ പാട്ടില്ല. ഇപ്പോഴും ആളുകൾ എന്ന് പറയുന്നുണ്ട്, പ്രകാരമുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഭീമാ ഉമ്മയുടെ പൊരുത്തം നമുക്ക് വേണോ, അവരുടെ മദത് വേണോ, അവരുടെ കാവൽ വേണോ, ഇത് പാട് നിർമ്മാർജ്ജനം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം എന്ന നിലയിൽ ഈ മിമ്പറിനോടും മെഹ്റാബിനോടും നീതി പുലർത്തിക്കൊണ്ടുള്ള വർത്തമാനമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. വളരെ സ്നേഹത്തിൽ പറയുകയാണ്. ഇതിനെതിരെ നിന്നാൽ നാളെ ദുനിയാവ് കേൾക്കും, ആഖിറത്ത് നഷ്ടവും. ഇതിലൂടെ നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ച് പോക്കറ്റിൽ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി ഗുണം പിടിക്കില്ല. ഈ പൈസക്ക് ഈ പറഞ്ഞ കുടത്തിന്റെ പരിപാടി നടത്തിയവരാണ് ഒഴുങ്ങുന്നതെങ്കിൽ ഒരു ഗുണം ഉണ്ടാവില്ല. മക്കൾ സാരിയാവൂല. അതിനൊന്നും എന്നോട് നിങ്ങൾ യാതൊരു ഒതുക്കും വെച്ചിട്ട് കാര്യമില്ല. ദീൻ പറയാൻ ബാക്കിയുള്ള എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനനുസരിച്ച് കൊണ്ട് നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ ജുമായ്ക്ക് നമ്മളൊരു കാര്യം പാസ്സാക്കി. അൽഹംദുലില്ലാഹ്, അത് എല്ലാവരും കൂടി ശ്രദ്ധയിലുത്തി അത് ഒഴിവാക്കിയതായിട്ടാണ് അറിഞ്ഞത്. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവണം. അതായത് ഓർക്കുന്നില്ലേ കുടത്തിന്റെ പരിപാടി? അത് പരിപൂർണമായി ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ജമാഅത്ത് ആളുകളോട് പറയുമ്പോൾ അതിന് പൂർണ്ണമായി സഹകരണമാണ്. അത് നമുക്ക് ഇസ്സത്തിന് കാരണമാണ്.
അൽഹംദുലില്ലാഹ് അല്ലാഹു ഇത് കബൂൽ ചെയ്തിരിക്കട്ടെ. ഇനി ഇത് പറഞ്ഞ് നമ്മളെ ഇനി ആരും കളിയാക്കി രസിക്കാനോ സോഷ്യൽ മീഡിയയിൽ ഇനി ആരും മുതിരരുത്. അത് പറയുമ്പോൾ തന്നെ പറയണം ഇവിടെ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല, അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഉണർത്തുകയും വേണം. അൽഹംദുലില്ലാഹ് അതിനുവേണ്ടി സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു കബൂൽ ചെയ്തിരിക്കട്ടെ. എല്ലാ കച്ചവട സുഹൃത്തുക്കൾക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇസ്സത്ത് അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഇമാമുമ്മയുടെ പൊരുത്തവും അവരുടെ മദതും ഹിഫ്ളും ഹിമായത്തും അതിലൂടെ സ്വർഗ്ഗപ്രവേശനം അവരോടൊപ്പം നമുക്ക് എല്ലാവർക്കും അല്ലാഹു സാധ്യമാക്കുമാറാവട്ടെ.